ഹലോ, അസ്സാം വലൈക്കും. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചൻ്റെ വീഡിയോ ആണ് ഇത്. തിങ്കളാഴ്ച ഒരു 2-3 നോമ്പെല്ലാം ഉണ്ടായിന്. അപ്പോൾ അങ്ങനെ പകലെല്ലാം വെറുതെ നിന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു തിരക്ക് പിടിച്ച പണികളിൽ ഞാൻ വീഡിയോ എടുത്തതാണ്. ചോറും കറിയും കടികളും എല്ലാം ആയിട്ട്. കണ്ടിഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബെല്ലാം ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ചെമ്മീൻ ആദ്യം തന്നെ വൃത്തിയാക്കിയിട്ട് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ നല്ലൊരു ഉരുളക്കിഴങ്ങിൻ്റെ കറി ഉണ്ടാക്കുന്നുണ്ട്. വറുത്തരച്ച കറി, നല്ല ടേസ്റ്റ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്ത് ഫ്രൈ പാനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് പെരുംജീരകം ഇടണം. അതിന് പകരം ഞാൻ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഇടുന്നത്. പെരുംജീരകം തീർന്നു പോയി. പൊടി ഇടുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് കട്ട് ചെയ്ത ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ഇല്ലാത്തതുകൊണ്ട് ചുവന്നുള്ളി ചെറിയ പീസ് ഇട്ട് നന്നായി വറുത്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഈ തേങ്ങ മൂപ്പിച്ചെടുക്കാം. ചോറ് തിളച്ചാവാനായി. വല്ലാണ്ട് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ചെറുതായിട്ട് ആ പച്ചമണലൊന്ന് മാറി മൂപ്പിച്ചെടുത്താൽ മതി. ഇനി ഇത് തണുക്കാൻ വേണ്ടി വേറെ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ നന്നായി അരച്ചെടുക്കാം. ഇനിയിപ്പോൾ അതേ പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കറി വെക്കാൻ, ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ. അപ്പോൾ ആദ്യമാണെങ്കിൽ ഈ എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയിലിട്ട് വഴറ്റുക. ഇനി അതല്ലെങ്കിൽ ഈ എണ്ണയിൽ ഉള്ളിയിലിട്ട് വഴറ്റി കറി വെന്ത് തേങ്ങയെല്ലാം ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് കടുക് കാച്ചി ഒഴിക്കാം. എണ്ണ കുറച്ചും കൂടി കുറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അവസാനത്തെ ഭാഗം ഒഴിവാക്കുന്നത്. ഇപ്പം തന്നെ കുറച്ച് കടുകിടും. ഇതിപ്പോൾ കുറച്ച് കറിവേപ്പിലിടാം, ഉള്ളിയിടാം. നന്നായി ഉള്ളി വാടിയിട്ട് ഉള്ളി നന്നായിട്ട് വാടിയിട്ട് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇട്ടെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും തക്കാളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച് 2 പൊട്ടാറ്റോ ഇട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് ഈ ഉരുളക്കിഴങ്ങിൽ പിടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് മുളകും മല്ലിയും ഇതിലേക്ക് ഇടണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു ഫ്രൈ പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിലേക്ക് ചെമ്മീൻ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. വറുത്തരച്ച തേങ്ങ കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് കറിയായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിനും ദോശക്കും ചപ്പാത്തിക്കും എല്ലാം മാച്ചാവുന്ന സൂപ്പർ കറി. അതും ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. മിക്സി ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് വീണ്ടും ഒഴിച്ച് എല്ലാം മിക്സായിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ. ആ തിരക്ക് പിടിച്ച സമയം എന്ത് ചെയ്യുന്നതെന്നുള്ളതെല്ലാം മിക്സായി കാണിക്കുന്നതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നോമ്പ് എടുത്ത ദിവസം എപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു സാലഡ് ഉണ്ടാവും. ഫ്രൂട്ട്സും വെജിറ്റബിളും മിക്സായൊരു സാലഡ്. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്, കാണാനും കളറാണ്, അടിപൊളിയാണ്. അതിൻ്റെ കൂടെ ചില സമയത്തൊക്കെ കടല ഇടാറുണ്ട്. ഇന്ന് കടലയില്ലാണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിളും മാത്രം.
അത് കഴിഞ്ഞ് പിന്നെ ചായക്കുള്ള കടികളുടെ പരിപാടി തുടങ്ങി. അങ്ങനെ ഓവറായിട്ടൊന്നുമില്ല, 2 കടി മാത്രം പൊരിച്ചെടുത്ത്. ഇത് പിന്നെ പുഴുങ്ങിയ മുട്ട വെറുതെ കഴിക്കുന്നതിനേക്കാളും ചിലപ്പോൾ കുരുമുളക് പൊടി ഉപ്പെല്ലാം ഇട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മസാല പുരട്ടിയിട്ട് അങ്ങനെ കഴിക്കും. ചായക്ക് നല്ല ടേസ്റ്റല്ലേ. ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചെയ്യലുണ്ടാവുമല്ലേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബാങ്ക് വിളിക്കാനാകുമ്പോഴേക്കും എല്ലാം സെറ്റായി. അൽഹംദുലില്ലാഹ് നന്നായി നോമ്പ് തുറന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്നത്തെയും പോലെ രാത്രി കിടക്കാൻ നേരം പിന്നെ ഒരു വേസ്റ്റ് കളയലും, പകൽ കഴുകിയിട്ട തുണികളെല്ലാം മെഷീനിലിട്ട തുണികളെല്ലാം രാത്രിയാണ് പുറത്തിടുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം തീർന്നു. ഒന്നുകൂടി പറയുന്നു, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.